ക്ലച്ചിൽ നിന്ന് പയ്യെ ബ്രേക്ക് ഔട്ടിട്ട് കാലെടുക്കുമ്പോൾ തന്നെ ഇതേ കണക്ക് ശബ്ദമാണ്. ഹായ്, റെഡി 1 2 3 സ്റ്റാർട്ട്. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലേവർക്കും സ്വാഗതം. നമ്മളെ കൂടെ ഉള്ളത് മഹേന്ദ്രയുടെ വെരിറ്റോയാണ്. ഈ ഒരു വണ്ടിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ റിവേഴ്സ് ഗിയർ ഇടുമ്പോഴത്തേക്ക് ബർന്ന് പറഞ്ഞ് ശബ്ദം. ഗിയറിൻ്റെ പ്രശ്നമാണോ എന്നറിയാനായിട്ട് കൊണ്ടുവന്നതാണ്. ഞാൻ ആദ്യമേ പ്രശ്നം ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു പ്രശ്നം ഞാനൊന്ന് കാണിച്ചു തരാം. റിവേഴ്സ് ഗിയർ ഇട്ട് ചുമ്മാ ക്ലച്ചിൽ നിന്ന് പയ്യെ ബ്രേക്ക് ഔട്ടിട്ട് കാലെടുക്കുമ്പോൾ തന്നെ ഇതേ കണക്ക് ശബ്ദമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ശബ്ദം. അപ്പം ഈ ഒരു ശബ്ദം ഗിയർ ബോക്സിൻ്റെ ആണോ എന്നറിയാനായിട്ട് വന്നതാണ്. അപ്പം ഗിയർ ബോക്സിൽ നിന്ന് എന്തായാലും ഇത്തരത്തിലുള്ള ശബ്ദം വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്, അല്ലെങ്കിൽ കാര്യമായ രീതിയിൽ എന്തെങ്കിലും പ്രശ്നം വരണം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പം കംപ്ലയിൻറ്റ് കിട്ടി. എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ അടിയിലാണ്, ഇതാണ് ഇതിൻ്റെ ഗിയറിൻ്റെ മൗണ്ടിങ് വരുന്നത്. ഗിയറിൻ്റെ താഴത്തെ മൗണ്ടിങ്ങാണിത്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് കംപ്ലയിൻ്റ് ആയിട്ട് ചരിഞ്ഞ് ഒരു പരുവായിട്ടിരിക്കുകയാണ് എന്നുള്ളത്. മതി മതി മതി, ഓഫ് ചെയ്തോ, ഓഫ് ചെയ്തോ. അത് ഒടിഞ്ഞു പോയേണ്ട. അപ്പോൾ കംപ്ലയിൻറ്റ് എന്നുള്ളത് കണ്ടോ, ആ മൗണ്ടിങ് ഒടിഞ്ഞിട്ട് പുറകോട്ട് മടങ്ങി ആ ഒരു ബോഡിയിൽ തട്ടുന്നുണ്ട്. അത് കണക്ക് തന്നെ സ്റ്റിയറിംഗ് ബോക്സും തട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസ് കേട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാനുണ്ട്. അത് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തിട്ട് മാറുമ്പോഴത്തേക്ക് കംപ്ലയിൻറ്റ് മാറി. അപ്പോൾ നമുക്ക് ഇളക്കി മാറിയിട്ട് ഇതേ കണക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ശബ്ദം മാറിയോ ഇല്ലയോ എന്നുള്ളത്. ആരോ ഗിയർ ബോക്സിൻ്റെ ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. പക്ഷേ ഗിയർ ബോക്സിൻ്റെ അല്ല, ഓടിച്ച് നോക്കുമ്പോഴേ കിട്ടിയായിരുന്നു. റിവേഴ്സ് എടുക്കുമ്പോൾ മാത്രമേ ഒരു ശബ്ദം കേൾക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ നമ്മളിതാ മൗണ്ടിങ് ഇളക്കിയെടുത്തിട്ടുണ്ടേ. ഇതാണ് മൗണ്ടിങ് ആകെ ഒരു പരിപാടിയിരിക്കുകയാണ്. ഇത് ഓൾറെഡി പൊട്ടി ഒരു പിരിന്നൊരു പരിപാടിയിരിക്കുകയാണ്ട. അത് കണക്ക് ഇതിൻ്റെ ഉള്ളിൽ ആ മെറ്റൽ ഒടിഞ്ഞിരിക്കുകയാണേ. ഇപ്പോൾ നമ്മൾ പുതിയ മൗണ്ടിങ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് മൗണ്ടിങ്, പെൻഡലം മൗണ്ടിങ് എന്ന് പറയാറുണ്ട്. VR മൗണ്ടിങ്ങാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് വണ്ടിയിൽ ഇരുന്ന മൗണ്ടിങ് ആണ്. ഇത് ഒടിഞ്ഞിട്ട് വലിഞ്ഞ് നാശമായി പോയ സാധനമാണ്. കൈക്ക് പിടിച്ചാലൊന്നും ബെൻഡാവത്തില്ല, പക്ഷേ ഇത് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഒരു ഐറ്റം നമ്മളെടുത്ത് സെറ്റാക്കാൻ പോവുകയാണ്. സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതിൽ ഏതെങ്കിലും രീതിയിൽ കുണുകുണ സൗണ്ടോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്നുള്ളത്. ഇതാണ് നമ്മളെ വണ്ടിയുടെ മൗണ്ടിങ് വരുന്നത്. ഇവിടെ ടീറാട് ഒരു പൈപ്പും തന്നെടാ. ഇതൊരു പരിധി കൂടുതൽ വലിച്ചു മുറുക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന അലൂമിനിയം ബോഡിയാണ് വരുന്നത്. ചിലപ്പം പറഞ്ഞ് കയ്യിലിരിക്കും. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് ഗിയർ ഇട്ടേ വിറപ്പിക്കണം കേട്ടോ, ബ്രേക്ക് ഔട്ടി നല്ലോണം. നമുക്ക് നോക്കാം ഇനി വല്ല സീനും കാണിക്കുന്നുണ്ടോ ഏതാന്നുള്ളതേ. സ്റ്റാർട്ട് ചെയ്തോ, റിവേഴ്സ് ഗിയർ ഇട്ടോ, വിറപ്പിച്ചേ. മതി, ക്ലച്ച് വിട്ട് വിറപ്പിച്ചേ. മതി, വിറപ്പിച്ചേ. മതി,
ഓക്കെ, വണ്ടി ഓഫ് ചെയ്തോ. സാധാരണഗതിയിൽ കാലപ്പഴക്കത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഈ പറയുന്ന കണക്ക് മൗണ്ടിങ് ഡാമേജ് ആകാം. അത് കണക്കിന് നമ്മൾ ഓടിക്കുന്ന രീതി, പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ഓടിക്കുക, അല്ലെങ്കിൽ എപ്പോഴും ക്ലച്ചിൽ നിന്ന് ഒരു ആക്സിഡൻറ്റ് കൊടുത്ത് ചെറിയ രീതിയിലുള്ള എഞ്ചിൻ സപ്പോർട്ട് കൊടുക്കാതെ വെറുതെ ക്ലച്ചൊക്കെ വിറപ്പിച്ച് വണ്ടി ഫസ്റ്റ് ഗിയറൊക്കെ ഇട്ടെടുക്കുക, അതെല്ലാം തന്നെ ടപ്പെന്ന് പറഞ്ഞ് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. അത്തരത്തിൽ വാഹനത്തിൻ്റെ എഞ്ചിനെ നോവിപ്പിക്കുന്ന രീതിയിൽ ഏത് രീതിയിൽ വാഹനം ഓടിച്ചാലും മൗണ്ടിങ്ങിനെ ഡയറക്റ്റായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയുടെ പ്രശ്നം നമ്മൾ പരിഹരിച്ചിരിക്കുകയാണ്. ഗിയർ ബോക്സിൻ്റെ പ്രശ്നമാണ് എന്ന് കരുതി വന്ന വണ്ടി നമ്മൾ എഞ്ചിൻ മൗണ്ടിങ് മാറി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ മൗണ്ടിങ്ങിൻ്റെ കണ്ടീഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വണ്ടിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ പരിഹരിക്കാൻ ശ്രദ്ധിക്കുക, വെറുതെ ഇട്ടിരുന്ന് പണിയാക്കണ്ട. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.